അറബിക്കടൽ തീരത്ത് പുത്തൻ തുറമുഖം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അമേരിക്കയെ കൊണ്ട് പച്ചക്കൊടി വീശിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാകിസ്ഥാൻ. ഈ ഒറ്റ പദ്ധതിയിലൂടെ വമ്പൻ നേട്ടങ്ങളാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിൽ ഒന്നിൽ ചുവടുറപ്പിക്കാൻ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ നിർണായക ധാതുക്കളായ ചെമ്പ്, ആന്റിമണി എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാന ടെർമിനലാക്കി ഇവിടെ മാറ്റുമെന്നും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. ലോകരാജ്യങ്ങൾ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബാറ്ററികൾ, അഗ്നിപ്രതിരോധങ്ങൾ, മിസൈൽ ഘടകങ്ങൾ എന്നിവയ്ക്ക് ഈ ധാതുക്കൾ അത്യാവശ്യമാണ്. അതിനാൽ തന്നെ ഇവയുടെ കയറ്റുമതിയിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പാസ്റ്റിയെ ഒരു ആഴക്കടൽ തുറമുഖമാക്കി വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് $1.2 ബില്യൺ വരെ മുതൽ മുടക്കുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. സൈനിക താവളമായല്ല, മറിച്ച് വ്യാപാരത്തിന് പ്രാധാന്യം നൽകി സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പാസ്റ്റി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം മറ്റൊരു ലക്ഷ്യം ഇന്ത്യയാണ്. ഈ പദ്ധതി ഇന്ത്യയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വ്യക്തമായ നിരീക്ഷണവും നടത്തുന്നുണ്ട്. കൂടാതെ ഇറാന് തൊട്ടടുത്താണ് നിർദ്ദിഷ്ട തുറമുഖ പദ്ധതി എന്നത് അമേരിക്കയെ പദ്ധതിക്കൊപ്പം മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിൽ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാനും അഫ്ഗാനുമേൽ മുൻതൂക്കം നൽകും. എന്നാൽ തുറമുഖത്തിന്റെ പ്രായോഗികതയും ചരക്ക് ലഭ്യതയും സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ആശങ്കകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപം ഇറക്കാൻ മടിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. തൽക്കാലം പദ്ധതി പച്ചക്കൊടി കാണിക്കാതെ അമേരിക്ക മാറി നിൽക്കുന്നതും അതുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഗോദാറിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ഇറാനിലെ ചബഹാർ ഇന്ത്യൻ നിക്ഷേപത്തോടെ സജ്ജമാക്കിയ തുറമുഖത്തിനുമേൽ US അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വൻ നിക്ഷേപം തന്നെ ചബഹാറിൽ നടത്തിയ ഇന്ത്യക്ക് തിരിച്ചടിയുമായി. ഇതിനിടെ സമീപത്ത് പാകിസ്ഥാൻ പുതിയ തുറമുഖത്തിനുള്ള നീക്കം നടത്തുന്നത് ഇന്ത്യയെ കൂടുതൽ അലോസരപ്പെടുത്തും. നിലവിൽ തന്നെ തീരുവ വിഷയത്തിൽ ഇന്ത്യയും US തമ്മിൽ ഭിന്നത രൂക്ഷമാണ്. ഇതിനിടെയാണ് പാകിസ്ഥാൻ US കൂടുതൽ അടുക്കുന്നത്. അമേരിക്ക വരുമ്പോൾ ഇന്ത്യയും ഈ വിഷയം ജാഗ്രതയോടെ നിരീക്ഷിക്കുമെന്നാണ് തീർച്ച. ഇന്ത്യക്ക് പ്രധാനമാണ് ഈ മേഖലയുടെ തന്ത്രപ്രധാന പ്രാധാന്യം. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതിയായ ചബഹാർ തന്നെയാവും ഇന്ത്യയുടെ പ്രധാന ആശങ്ക. 100 കോടി രൂപയാണ് 2024-25 ഇന്ത്യ വായ്പയായി ചബഹാറിന് അനുവദിച്ചത്. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും പ്രവേശിക്കാൻ ചബഹാർ തുറമുഖം ഇന്ത്യയെ സഹായിക്കും. ടെർമിനൽ വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി ഇന്ത്യയും ഇറാനും 10 വർഷത്തെ കരാറിൽ 2024 ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതിക്ക് അടുത്തിടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. തുറമുഖത്തിന് ഉപരോധം വന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങൾ തുലാസിലാവുകയാണ് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. ചബഹാറിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരം മാത്രമുള്ള പാസ്റ്റിയിൽ അമേരിക്കയുടെ പുതിയ തുറമുഖം വന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമായേക്കില്ലെന്നാണ് വിലയിരുത്തൽ. നിലവിലെ ഉപരോധം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഈ പ്രദേശത്ത് അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ മാത്രമേ ശ്രമിക്കൂ എന്നതും തീർച്ചയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.